ഹായ് എവരി വൺ, വെൽക്കം ടു സിസി സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് അതുല്യ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മെറ്റയുടെ പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെറ്റ ആൻഡ്രോമേഡ, അതായത് മെറ്റയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ആൻഡ്രോമേഡ എന്ന് പറയുന്നത്. ആൻഡ്രോമേഡ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഫേസ്ബുക്കിൽ ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട് അല്ലേ? ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഡിയൻസിനെ ടാർഗറ്റ്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആരിലേക്ക് എന്ത് കണ്ടന്റ് എത്തണം എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ രീതിയിലുള്ള അപ്ഡേറ്റ് ആണ് ഈ ആൻഡ്രോമേഡ എന്ന് പറയുന്നത്. ആൻഡ്രോമേഡ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആഡ്സ് റിട്രീവൽ എഞ്ചിൻ ആണ്. ഓക്കെ, അഡ്വാൻസ്ഡ് ആഡ്സ് റിട്രീവൽ എഞ്ചിൻ ആണ് ആൻഡ്രോമേഡ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ ഒരു ആഡിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമ്മളെക്കാളും കൂടുതൽ ഒരു AI എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഏത് ക്രിയേറ്റീവ് ആണോ നമ്മൾ കൊടുക്കുന്നത് അത് ആ ക്രിയേറ്റീവ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തും. അതായത് നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റീവിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ക്രിയേറ്റീവിനനുസരിച്ച് എന്ത് വരും, നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് അതെത്തും. അത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ക്രിയേറ്റീവ് അല്ല, നമ്മൾ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ് കൊടുക്കേണ്ടി വരും. ഒരു ഹൈറാർക്കിയിൽ പോകുന്ന സമയത്ത് മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓരോ ക്രിയേറ്റീവും ആരിലേക്കാണ് എത്തേണ്ടത് എന്നുള്ളത് ആ ക്രിയേറ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്തുക. അപ്പോൾ ഞാൻ കാണുന്ന ആഡ് ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നുണ്ടാവുക. ആ രീതിയിലേക്ക് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആഡിനെ മാറ്റുന്നതാണ് എന്ത്, ആൻഡ്രോമേഡ എന്ന് പറയുന്നത്. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് മെറ്റയുടേത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ കുറേ ടെക്നോളജീസ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്. അതായത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഹാർഡ്വെയർ സിസ്റ്റംസ് ഉണ്ട്. അതായത് നിവിഡിയ, MTIA എന്നൊക്കെ പറയും. നിവിഡിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ ചിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MTIA എന്ന് പറയുന്ന ഒരു എന്താ പറയുക നെറ്റ്വർക്കും കൂടിയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഹൈറാർക്കിക്കൽ ഇൻഡെക്സിങ്. ഞാൻ പറഞ്ഞു, നമ്മളൊരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് അത് ഏത് ഓഡിയൻസിലേക്കാണോ എത്തുന്നത് അതിനനുസരിച്ചുള്ള ക്രിയേറ്റീവ് ആയിരിക്കും അതിനെ ചൂസ് ചെയ്യുക. അതായത് മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആഡ് സെറ്റ്സ് ആയിരിക്കും അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ് ആർക്ക് ഏത് ആഡ് കാണണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതേപോലെ എന്താ പറയുക, ലാറ്റൻസി ആൻഡ് സ്കെയിൽ ഒപ്റ്റിമൈസേഷൻ, നമുക്ക് നമ്മുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓഡിയൻസ് ആരാണോ ആ കറക്റ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ ആഡിന് നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കീ ടെക്നോളജി. ഇനി ആൻഡ്രോമേഡ നമ്മുടെ മെറ്റയിൽ ഇംപ്രൂവ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് ഇപ്പം തന്നെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. എന്താണ്, നമ്മുടെ ആഡിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു AI ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ബെറ്റർ ആഡ് പേഴ്സണലൈസേഷൻ, ആരിലേക്ക് എത്തണം എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ് ആഡ് ക്വാളിറ്റി, ഓരോ ആഡ് സെറ്റും അതായത് നമുക്ക് കൊടുക്കേണ്ട ഓരോ ക്രിയേറ്റീവും ആ ക്രിയേറ്റീവിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് വരുന്നത്. അതുപോലെ തന്നെ ഔട്ട്കം നമുക്ക് വരുന്ന എന്താ പറയുക, നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് വരുന്നത്. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓവർകം, അതായത് ബെറ്റർ ഓവർകം ആയിരിക്കും. നമുക്ക് കൊടുക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ചുള്ള ഒരു ഓവർകം നമുക്ക് ജനറേറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നല്ലൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത് സക്സസ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് വരുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും കൂടെ നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമേ, ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്ററൊക്കെ ആവണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരിലേക്ക് നമ്മൾ എത്താം. പക്ഷേ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിച്ചിരിക്കണം. പഠിക്കുന്ന സമയത്ത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഓരോ അപ്ഡേറ്റ്സും നമ്മൾ അറിഞ്ഞ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കതിന് ഒരു ക്ലയൻറ്റിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലയൻസ് ആക്ച്വലി നമ്മളോട് എന്താ പറയുക, പൈസ തരുന്നു, ക്യാമ്പയിൻ റൺ ആക്കിയൊക്കെ റിസൾട്ട് വന്നു. പക്ഷെ ആ ക്യാമ്പയിനിൽ നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റീവിന് അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അവരെന്താ പറയുക, നമ്മൾ കൊടുത്ത ഓഡിയൻസിന് ടാർഗറ്റ് ഓഡിയൻസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് റിസൾട്ട് വരാത്തതെന്നാണ് നോർമലി നമ്മുടെ ക്ലയൻസ് പറയാറ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ക്ലയൻറ്റിനോട് നമ്മൾ ആ ക്രിയേറ്റീവിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് ഇനിയുള്ള കാര്യങ്ങൾ ആ ക്രിയേറ്റീവിനനുസരിച്ചാണ് പോകാന്നുള്ളത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വേണം, ഈ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ CC സൈബർ ക്യാമ്പസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കരിയർ, അതായത് നമ്മുടെ ഒരു അഡ്വാൻസ്ഡ് കരിയർ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അപ്പം അതേപോലെ തന്നെ നമ്മൾ സൈബർ സെക്യൂരിറ്റിയും ഫുൾ സ്റ്റാക്ക് പൈത്തൺ കോഴ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അതായത് അപ്ഡേറ്റഡ് സിലബസോട് കൂടി, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ലേറ്റസ്റ്റ് എന്തൊക്കെ ചേഞ്ചസ് ആണോ, മെറ്റയ്ക്ക് ചേഞ്ച് വരാം, ഗൂഗിൾ ആഡ്സിന് ചേഞ്ച് വരാം, ഇതെല്ലാം ഡെയിലി ചേഞ്ച് വരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സോട് കൂടി തന്നെയായിരിക്കും നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനെയും ട്രെയിൻ ചെയ്ത് വിടുന്നത്. അവരുടെ കരിയർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ആരെങ്കിലും കോഴ്സ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ജോബ് നോക്കുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ആണ് അവർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, കോൺടാക്ട് ചെയ്തോളാം. നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്